ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിക്സ് ലോ എന്താണ്, ഹൗ ദാറ്റ് ലോ ഈസ് ആപ്ലിക്കബിൾ ഇൻ ഡിഫറെൻറ്റ് റെസ്പിറേറ്ററി സർഫസസ്. റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫിക്സ് ലോ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഫിക്സ് ലോ എന്താണെന്ന് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ, ഇറ്റ് ഡിക്റ്റേറ്റ്സ് ദാറ്റ് the rate of gas transfer across a biological membrane is directly proportional to the available surface area, the gas concentration gradient, and its diffusion coefficient, but inversely proportional to the membrane thickness. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ആ ഡെഫിനിഷനിൽ എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ സപ്പോസ് ഇതൊരു ബയോളജിക്കൽ മെംബ്രെയിൻ ആണെന്ന് മനസ്സിലാക്കുക, നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം നമുക്ക് റേറ്റ് ഓഫ് ഗ്യാസ് ട്രാൻസ്ഫർ നല്ല ഇഫക്റ്റീവായിട്ട്, നല്ല എന്താണ് എഫിഷ്യൻ്റ് ആയിട്ട് നടക്കണം. അതിന് എന്തൊക്കെ ഫാക്ടേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. റേറ്റ് ഓഫ് ഗ്യാസ് ട്രാൻസ്ഫർ across a biological membrane, it is supported by which all factors. അതാണ് ഈ ലോ പറയുന്നത്, ഫിക്സ് ലോ പറയുന്നത്. അപ്പൊ അത് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും ഈ ഡെഫിനേഷൻ ഒന്ന് കാണാം. സർഫസ് ഏരിയ, എന്തോരം ഏരിയ ഉണ്ട്. അപ്പൊ ഏരിയ കൂടിയാൽ അത്രത്തോളം അത് ഫെസിലിറ്റേറ്റ് ചെയ്യും ഗ്യാസ് എക്സ്ചേഞ്ചിനെ, അതായത് ബയോളജിക്കലി സ്പീക്കിംഗ് റെസ്പിറേഷന്. അപ്പൊ സർഫസ് ഏരിയ കൂടുതൽ വേണം റേറ്റ് ഓഫ് ഗ്യാസ് ട്രാൻസ്ഫർ കൂട്ടാൻ. ഓക്കെ, പിന്നെ അത് നോക്കുന്നുണ്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അപ്പൊ നമുക്ക് ഏത് ഗ്യാസ് ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിന്റെ ഒരു ഗ്രേഡിയന്റ് തീർച്ചയായിട്ടും ആ മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലും ആയിട്ടുണ്ടായിരിക്കണം, ഒരു ഗ്രേഡിയന്റ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ആ ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ, ഇവിടെ പർട്ടിക്കുലർ ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ കുറവ്. അപ്പൊ കോൺസെൻട്രേഷൻ കൂടിയിടത്തു നിന്ന് കോൺസെൻട്രേഷൻ കുറഞ്ഞിടത്തേക്ക് വളരെ ഈസി ആയിട്ട് അതിന് ഡിഫ്യൂസ് ചെയ്യാം, ഫ്ലോ ചെയ്യാം, പാസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അതടുത്തൊരു ഫാക്ടറാണ്. പിന്നെ ഡിഫ്യൂഷൻ കോയഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വഭാവമാണ് ഗ്യാസിന്റെ. എത്രത്തോളം എനിക്ക് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും, is the ability of whichever gas to diffuse from one side to another. ആ ഡിഫ്യൂഷൻ കോയഫിഷ്യന്റ് ഹൈ ആയിരിക്കണം ഗ്യാസിൻ്റെത്. പിന്നെ ഇതൊക്കെ നമ്മൾ ഫേവറബിൾ ആയിട്ടല്ലേ പറഞ്ഞത്. അപ്പം ഈ മെംബ്രെയിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടു ദ റേറ്റ് ഓഫ് ഗ്യാസ് ട്രാൻസ്ഫർ. അപ്പൊ ഭയങ്കര കട്ടിയാണെങ്കിൽ ഗ്യാസ് ട്രാൻസ്ഫർ എഫക്റ്റീവായിട്ട് നടക്കുമോ? ഇല്ല. അപ്പൊ തിന്നായിരിക്കണം. അപ്പൊ ഈ സംഭവങ്ങൾ സർഫസ് ഏരിയയും കോൺസെൻട്രേഷനും ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റും ഒക്കെ ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ ഫേവർ ഓഫ് റേറ്റ് ഓഫ് ഗ്യാസ് ട്രാൻസ്ഫർ വൈൽ മെംബ്രെയിൻ്റെ തിക്നെസ് എഗൻസ്റ്റ്. ഇനി പോയെന്ന് വായിച്ചു നോക്കിയേ ഡെഫിനിഷൻ. ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഡിക്റ്റേറ്റ്സ് ദാറ്റ് rate of gas transfer across a biological membrane is directly proportional to available surface area, the gas concentration gradient, diffusion coefficient, but inversely proportional to the membrane thickness. പഠിച്ചേ? അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. ഇതാണ് ഫിക്സ് ലോ. അപ്പൊ ഈ ഫിക്സ് ലോ വച്ചിട്ട് നമ്മുടെ ബയോളജി ബോഡിയുടെ നമ്മൾ എവിടെയൊക്കെയാണോ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുക, നമുക്കറിയാം, നമുക്കവിടെ നമ്മുടെ ബോഡിയിൽ ലങ്സിൽ. അപ്പം അവിടെ ഈ ലോ എങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നു, ബയോളജിക്കൽ സിസ്റ്റം അതിനനുസരിച്ച് എങ്ങനെ മോഡിഫൈഡ് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റും ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇതിനെ ഇത്തിലൂടെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോകുക. സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർ സ്പേസ് കിട്ടും ഗ്യാസിന് പാസ് ചെയ്യാൻ. അതുകൊണ്ട് ഡിഫറൻസ് ഇൻ കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസ് ഹൈ ആണെങ്കിൽ സ്ട്രോങ്ങർ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിരിക്കും ഗ്യാസിന് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് പോകാൻ. അപ്പം അതേപോണക്ക് ഹൈ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ ആ ഹൈ ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്, അതിനെ കോഎഫിഷ്യന്റിനെ നമുക്ക് എബിലിറ്റി എന്ന് വായിക്കാം. ഹയർ ഡിഫ്യൂഷൻ എബിലിറ്റി ഉള്ള ഗ്യാസ് പെട്ടെന്ന് തന്നെ ഡിഫ്യൂസ് ചെയ്യും. പിന്നെ അതേപോണക്ക് തിന്നർ മെംബ്രെയിൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്യാസിന് മെംബ്രെയിനെ ക്രോസ് ചെയ്യാം. അപ്പോൾ ഫിക്സ് ലോ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലായേ? ഇനി അതിൻ്റെ ഒരു മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ആ റിലേഷൻ, ഈ പറഞ്ഞ ഫാക്ടേഴ്സ് പിന്നെ എന്നെ നമുക്ക് ഒരു മാത്തമെറ്റിക്കൽ ഫോർമുലയിൽ എക്സ്പ്രസ് ചെയ്യാം. V is equal to
എ ഇൻറ്റു ഡി ഇൻറ്റു P1 മൈനസ് P2 ബൈ ടി. അപ്പോൾ ഇത് ഓരോന്നും എന്താ? വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ, ഡിഫ്യൂസ് ചെയ്യുന്നതിൻ്റെ റേറ്റ്. എ എന്ന് പറയുന്നത് സർഫസ് ഏരിയ, ഡിഫ്യൂസ് ചെയ്യാൻ എന്തോരം സർഫസ് ഏരിയ അവൈലബിൾ ആണോ അതിനെയാണ് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഓഫ് ദി ഗ്യാസ്. P1 രണ്ട് സൈഡിൽ പ്രഷർ ഡിഫറൻസ് അക്രോസ് ദി മെംബ്രെയിൻ്റെ രണ്ട് സൈഡിലുള്ള പ്രഷർ ഡിഫറൻസ്. ടി എന്ന് പറയുന്നത് തിക്നെസ്. അപ്പം ഈ ഒരു മാത്തമെറ്റിക്കൽ ഫോർമുല കൂടി നിങ്ങൾ നിങ്ങളുടെ ആൻസറിന് മാർക്കിന് അനുസരിച്ചിട്ട്, ക്വസ്റ്റിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഇനി നമുക്ക് ആപ്ലിക്കേഷനിലോട്ട് പോകാം. ഓരോരോ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ബോഡിയിലെ ബയോളജിക്കൽ സിസ്റ്റംസ്, ഇപ്പം ഫിക്സ് ലോ അനുസരിച്ച് വർക്ക് ചെയ്യുന്ന എവിടെയൊക്കെ ബയോളജിക്കൽ സിസ്റ്റം ഉണ്ടോ അത് എങ്ങനെയൊക്കെയാണ് മോഡിഫൈഡ് ആയിട്ടുള്ളത് ഗ്യാസ് എക്സ്ചേഞ്ച് സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ. അപ്പം റെസ്പിറേറ്ററി ഓർഗൻസ് ഏതൊക്കെ? ലങ്സ്, ഫിഷിലാണ് ഗിൽസ്, ഈ സ്ട്രക്ചേഴ്സ്, ഈ ഓർഗൻസിലെല്ലാം ഇതിനനുസരിച്ചിട്ടുള്ള മോഡിഫിക്കേഷൻസ് നമുക്ക് കാണാം. അപ്പം നോക്കാം. ഫസ്റ്റ്, മാക്സിമൈസിങ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഫിക്സ് ലോയിൽ നമ്മൾ കണ്ട ഒരു സംഭവം. സർഫസ് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് കൂടും. അപ്പം നമ്മുടെ ലങ്സ് എടുത്തു കഴിഞ്ഞാൽ, ഹ്യൂമൻ്റെ ലങ്സ് എടുത്തു കഴിഞ്ഞാൽ ലങ്സിന്റെ സ്ട്രക്ചർ നമുക്കറിയാലോ. ട്രക്കെ, ബ്രോങ്ക്യോൾസ്, ആൽവിയോളെ ഉണ്ടോ, കുഞ്ഞ് എയർ സാക്സ് ഉണ്ടോ. അതിനെ ഓരോന്നിനെയും ചുറ്റിക്കൊണ്ട് ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഹ്യൂമൻ ലങ്സ് എടുത്തു കഴിഞ്ഞാൽ എത്ര ആൽവിയോളെ ഉണ്ട്? 300 to 500 മില്യൺ ടൈനി എയർ സാക്സ് ഉണ്ട്. അത്രത്തോളം ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ആൽവിയോളയുടെ എല്ലാം മെംബ്രെയിൻ എടുത്ത് നിവർത്തി വെച്ചാൽ അത് എത്രയും വരുമെന്നറിയാമോ? റഫ്ലി ദ സൈസ് ഓഫ് എ ടെന്നീസ് കോർട്ട്. അത്രയും ഏരിയ ഉണ്ട്. അപ്പോൾ അത്രയും ഏരിയ അതിനകത്ത് വെച്ചേക്കുന്നുണ്ട്. അത്രയും ഏരിയയിൽ കൂടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. അത്രയും ഓക്സിജൻ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഫിക്സ് ലോ അവിടെ അപ്ലൈഡ് അല്ലേ? ലങ്സിന്റെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫിഷിലെ ഗിൽസിൽ, അവിടെ നമുക്ക് ഫിക്സ് ലോയുടെ ആപ്ലിക്കേഷൻ കാണാം. ഗിൽസിന്റെ സ്ട്രക്ചർ ഞാൻ കാണിച്ചു തരാം. ഗിൽസ് എന്ന് പറഞ്ഞാൽ ഹൈലി ഫോൾഡഡ് ആയിട്ടുള്ള ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് ഫിഷസിൽ കാണുന്നത്. അതിനകത്ത് ഒത്തിരി ഫിലമെന്റ്സ് ഉണ്ട്, ലാമല്ലേസ് ഉണ്ട്. അപ്പം ഇത്രയും സർഫസ് ഏരിയ അവിടെയും കിട്ടുകയാണ്. നോക്കിയാൽ അതിന്റെ പിക്ചർ ഞാൻ കാണിക്കാം. നോക്കിയോ, ഫിഷിന്റെ ഗിൽസിന്റെ ഈ ഒരു ഭാഗം ഇത്തിരി കൂടെ ഒന്ന് വലുതാക്കിയിട്ട് ഉള്ളൊരു വ്യൂ ആണ്. അപ്പം ആ വ്യൂവിൽ തന്നെ കണ്ടുണ്ട് ഈ ഒരു ഭാഗം വീണ്ടും വലുതാക്കിയിട്ട് ഇവിടെ ഇതാണ് ഗിൽ ഫിലമെന്റ്സ് എന്ന് പറയും. ഈ ഗിൽ ഫിലമെന്റ്സിന്റെ അകത്ത് കണ്ടോ ഇങ്ങനെ പിന്നെയും എക്സ്പാൻഷൻസ് ഉണ്ട്, ഫോൾഡിങ്സ് ഉണ്ട്. അത് ലാമല്ലീസ് എന്ന് പറയും. ആ ലാമല്ലീസിനെല്ലാം സറൗണ്ട് ചെയ്തുകൊണ്ട് ബ്ലഡ് വെസൽസ് ഉണ്ട്. അപ്പം അത്രയും സർഫസ് ഏരിയ അവിടെയും കിട്ടുകയാണ്. കണ്ടോ, ഗിൽസ്, ഫിലമെന്റ്സിൽ പിന്നെ ലാമല്ലീസ്, ഫോൾഡിങ്സ് ഉണ്ട്. കണ്ടോ, ആ ഒരു ഭാഗം വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. അത്രത്തോളം സർഫസ് ഏരിയ എവിടെ കിട്ടുന്നുണ്ട്? ഗിൽസിലാണെങ്കിലും കിട്ടുന്നുണ്ട്. അപ്പം അവിടെയും ഫിക്സ് ലോയുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇനി നമുക്ക് ഫിക്സ് ലോയിൽ കണ്ടതാണ് മെംബ്രെയിൻ്റെ തിക്നെസ് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച് നന്നായിട്ട് നടക്കും. അത് അടുത്തൊരു പോയിന്റ് അല്ലായിരുന്നോ? അപ്പൊ അത് എങ്ങനെയാന്ന് നോക്കിക്കേ. ആൽവിയോളാർ കാപ്പിലറി ബാരിയർ. ആൽവിയോള എന്താണെന്നറിയാം? ആൽവിയോളെ ചുറ്റിയിട്ട് ബ്ലഡ് വെസൽസ് ഉണ്ടെന്നറിയാം. അപ്പോൾ അവർ തമ്മിലുള്ള ബാരിയർ എത്രത്തോളം തിന്നാണ്, എത്രയും തിന്നായിരിക്കുന്നോ അത്രയും നല്ലതായിരിക്കും ഗ്യാസ് എക്സ്ചേഞ്ചിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ ആണല്ലോ. ദ ബാരിയർ സെപ്പറേറ്റിംഗ് എയർ ഇൻ ദ ആൽവിയോളെ ഫ്രം വെയർ the blood in the capillaries, it is extremely thin. ആ രണ്ട് ബാരിയർ എന്ന് പറയുന്നത് രണ്ട് സിംഗിൾ ലെയർ ഓഫ് സെൽസ് ചേർന്നതാണ്. ഒരു ലെയർ എന്ന് പറയുന്നത് ആൽവിയോളയുടെ സിംഗിൾ ആൽവിയോളാർ എപ്പിത്തീലിയൽ സെൽസ്, അടുത്ത ഒരു ലെയർ എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസിന്റെ കാപ്പിലറി എൻഡോത്തീലിയോ. അപ്പം ഇത് രണ്ടും കൂടെ ഒരു കോമൺ ബേസ്മെന്റ് മെംബ്രെയിൻ വെച്ച് ഫ്യൂസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ആൽവിയോള എടുത്തു, വലുതായിട്ട് ആൽവിയോള എടുത്തു. കണ്ടോ, ആൽവിയോളയിൽ ഇത് ആൽവിയോളാർ എപ്പിത്തീലിയൽ സെൽ, ഇതെന്ന് പറയുന്നത് എൻഡോത്തീലിയൽ സെല്ല്. അപ്പം ഇത് രണ്ടും
എന്നുവെച്ചാൽ ഒരു ലെയറേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ഒരൊറ്റ ഒരു ബേസ്മെന്റ് മെമ്പറൈൻ വെച്ച് ഫ്യൂസ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം ഒന്നുകൂടെ വ്യക്തമായിട്ട് ഉണ്ടോ. ആൽവിയോളർ എപ്പിത്തീലിയൽ സെല്ല്, ഇത് ബ്ലഡ് കാപ്പിലറിയുടെ എൻഡോത്തീലിയൽ, ഇത് രണ്ടും കൂടെ ഒരു ബേസ്മെന്റ് മെമ്പറൈൻ. അപ്പൊ അത്രയ്ക്കും കട്ടി കുറഞ്ഞ തിന്നായിട്ടുള്ള ഒരു ബാരിയർ ആണ് ബിറ്റ്വീൻ ദ എയർ ആൻഡ് ബ്ലഡ്. അപ്പോൾ ഇവിടെയും ഫിക്സ് ലോ അപ്ലൈഡ് അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പം ദിസ് കീപ്സ് ദ ഡിസ്റ്റൻസ് ടിപ്പിക്കലി 0.5 micrometers, allowing gases to cruise almost instantly on the spot in a jigs. ഓക്കെ, ഇനി പ്രഷർ ഗ്രേഡിയന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഹൈ കോൺസെൻട്രേഷൻ ഇൻ വൺ സൈഡ് ആൻഡ് ലോ കോൺസെൻട്രേഷൻ. ആ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്താണ് എയർ മീൻസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മൂവ്മെന്റ് നടക്കും. അത് നമുക്ക് നോക്കിയാൽ എങ്ങനെ ആപ്ലിക്കബിൾ ആണെന്ന്. വെന്റിലേഷന്റെ കേസിൽ നമ്മുടെ ബ്രീത്തിങ്ങിന്റെ റേറ്റ് നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ബ്രീത്തിങ് ബ്രിങ്സ് ഫ്രഷ് ഓക്സിജൻ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, പർപ്പസ്ഫുള്ളി നമ്മൾ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യുമെങ്കിലും അങ്ങനെ ചെയ്യാമെങ്കിലും നോർമലി സ്പീക്കിംഗ് നമ്മൾ കണ്ടിന്യൂസ്ലി ഫ്രഷ് ഓക്സിജൻ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുകയാണ്. എന്നിട്ട് അതേ നമ്മൾക്ക് കാർബൺ ഡയോക്സൈഡ് പുറത്തും കളയുന്നുണ്ട്. അപ്പം ഇവിടെ ഓക്സിജൻ അകത്തോട്ട് പോകുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതില് ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് ഇമ്പോർട്ടന്റ് ആണ് എന്നാണ് ഫിക്സ് ലോ പറയുന്നത്. അപ്പം നമ്മൾ ഈ ബ്രീത്ത് ഇൻ ചെയ്യേണ്ടത്, അതായത് ഔട്ടർ എൻവയോൺമെന്റിൽ, അതായത് ആൽവിയോളയുടെ പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന സൈഡിൽ ഓക്സിജന്റെ ലെവൽ കൂടുതലായിരിക്കും. അതേ കണക്ക് അകത്ത് എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് കൂടി. അപ്പം പുറത്തുനിന്ന് ഈസി ആയിട്ട് കോൺസെൻട്രേഷൻ കൂടിയിരിക്കുന്ന ഓക്സിജൻ കൂടിയിരിക്കുന്ന പുറത്തെ സൈഡിൽ നിന്ന് പെട്ടെന്ന് അകത്തേക്ക് ഓക്സിജൻ മൂവ് ചെയ്യാം. അതേ കണക്ക് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നിന്നല്ലേ കാർബൺ ഡയോക്സൈഡ് പിന്നെ മെറ്റബോളിസത്തിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്. അപ്പം അകത്ത് കാർബൺ ഡയോക്സൈഡ് കൂടുതൽ, അത് അവിടെ ഹൈ കോൺസെൻട്രേഷൻ ആയതുകൊണ്ട് പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ അവിടെ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് വർക്കിംഗ് അല്ലേ, ഫിക്സ് ലോ ആപ്ലിക്കബിൾ അല്ലേ? നോക്കിക്കേ, നമ്മൾ കണ്ടിന്യൂസ്ലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിഷസിന്റെ കേസ് എടുത്താലും എല്ലാം ഉണ്ടോ, ഇവിടെ കണ്ടോ, ഈ പുറത്തെ സൈഡ് ഇത് കാപ്പിലറി ബ്ലഡ്, ഇത് ആൽവിയോളയുടെ സൈഡിൽ ഓക്സിജൻ കൂടുതൽ. അപ്പോൾ ഓക്സിജൻ എന്തായാലും കുറഞ്ഞു നിൽക്കുന്ന ഈ കാപ്പിലറി ബ്ലഡിന്റെ സൈഡിലേക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാം. അതേപോലെ ബ്ലഡിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതൽ, അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് ആൽവിയോളയിലോട്ട് മൂവ് ചെയ്യാം. അപ്പം ഫിക്സ് ലോ ഈസ് അഗെയിൻ ആപ്ലിക്കബിൾ ഹിയർ. ഇനി പെർഫ്യൂഷൻ ലാസ്റ്റ് പോയിന്റ് ആണ്. ദാറ്റ് കോൺസ്റ്റന്റ് ബ്ലഡ് ഫ്ലോ ക്യാരീസ് ന്യൂലി ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പം ആ കോൺസ്റ്റന്റ് ബ്ലഡ് ഫ്ലോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് പെട്ടെന്ന് തന്നെ റെസ്പിറേറ്ററി സർഫസിൽ നിന്ന് ക്യാരി ചെയ്തുകൊണ്ട് ബോഡിയിലേക്ക് കൊണ്ടുപോകും. അതേപോലെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആൽവിയോളയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം ഈ പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ട്. ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്തായാലും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ഡിഫ്യൂഷൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്തില്ല. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ബോഡിക്ക് കിട്ടും. അതുകൊണ്ട് ബോഡിയിൽ കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്താൽ അത് നോർമലി പുറത്തേക്ക് തന്നെ പോകും. സോ ഇൻ all these sense, in all these way, looking to all these biological system, we can understand that Fick's law is applicable in different respiratory surfaces. So with this, I am going to finish this video. Thank you. I'm an icon, man. And my girl about a 10. I should fuck her in a Benz.